നമസ്കാരം. ചെന്നിക്കുത്തിൽ പിടയുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ചർച്ചകളും പ്രതിവിധികളും തുടരുകയാണ്. പലതരത്തിലുള്ള ചികിത്സകൾ വേണമെന്നാണ് നാനാഭാഗങ്ങളിൽ നിന്ന് ഉയരുന്ന അഭിപ്രായം. വിഷചികിത്സയ്ക്ക് പ്രതിവിധി നേതാക്കൾ കാണുമ്പോഴും അതിനെ വഷളാക്കാനും ചിലർ ശ്രമിക്കുകയാണ്. കോൺഗ്രസിൽ ഇങ്ങനെ കത്തി പുക പടരുമ്പോൾ കൃഷ്ണപിള്ള സ്മാരകത്തിൽ നിന്ന് വീണ്ടും പുക ഉയർന്നു. അതിനിടെ BJP തലപ്പത്തേക്ക് കുമ്മനവും കയറിയിരുന്നു. വിശേഷങ്ങളിലേക്ക് കടക്കാം. സ്വാഗതം ഡെമോക്രസിയിലേക്ക്. എന്നാലും അതികഠിനമായിപ്പോയി ആ കത്തിലെ വിഷം. കോൺഗ്രസിലെ മുതിർന്ന ഡോക്ടർമാർ തല പുകഞ്ഞ് ആലോചിച്ചിട്ടും പ്രതിവിധി കാണാൻ കഴിഞ്ഞില്ല. ഈ വിഷം കണ്ടുപിടിച്ചത് താനല്ല എന്നാണ് പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ ചെന്നിത്തല വൈദ്യർ പറയുന്നത്. അതേസമയം ഡൽഹി മെഡിക്കൽ സെൻ്ററിൽ എത്തിക്കാതെ കേരളത്തിൽ തന്നെ വിഷമിറക്കാനുള്ള തത്രപ്പാടിലാണ് മുതിർന്ന ഡോക്ടർമാർ. ഇതിനിടെ ഇത് ഏത് തരത്തിലുള്ള രോഗമാണെന്ന് പ്രശസ്ത ബിഷഗ്വരൻ PC ജോർജ് പ്രതിപാദിക്കുകയാണ്. ഇന്ന് സംസ്ഥാനത്തെ ഏറ്റവും പ്രമുഖ വാർത്ത എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഒരു കത്താണ്. സമീപ പ്രദേശങ്ങളിലേക്ക് അയക്കുന്ന കത്തുകൾ ഇന്ന് തന്നെ മേൽവിലാസക്കാരന് കിട്ടുമോ? സമീപ പ്രദേശം എന്ന് പറഞ്ഞാൽ ഇവിടെ വളരെ വളരെ അടുത്തുള്ള ഒരാക്കാ. പിന്നെ നേരിട്ട് അങ്ങോട്ട് കൊടുത്തു. അല്ല, അത് വേണ്ട, എല്ലാതിന്റെ വകുപ്പിലൂടെ തന്നെ നടക്കണം. അതുകൊണ്ടാ. എങ്കിൽ പിന്നെ അങ്ങനെ ആ കത്തിലെ ഉള്ളടക്കം സത്യമാണ്. കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് കോൺഗ്രസ് ഐ വിഭാഗത്തിന്റെ മുഴുവൻ നേതാക്കന്മാരും ആ കത്തിനകത്തെ ഉള്ളടക്കത്തെ പൂർണ്ണമായി അംഗീകരിച്ചിരിക്കും. മനസ്സിലായല്ലോ, അതിമാരകമാണ് രോഗം. പിടിപെട്ട് കഴിഞ്ഞാൽ തറവാട് മൊത്തം കുളം തോണ്ടുന്ന രോഗം. ഇതിന് എത്രയും പെട്ടെന്ന് പ്രതിവിധി കാണണം. അതിനു മുമ്പ് ഈ വിഷത്തിന്റെ സ്വഭാവം ഒന്ന് മനസ്സിലാക്കാം. പെറ്റ തള്ളയെ വഞ്ചിച്ച വഞ്ചക, ഒരു കാലത്ത് നീ ഗുണം പിടിക്കത്തില്ലടാ. കള്ളത്തരങ്ങൾ പറഞ്ഞു വരുത്തി എന്നെ നാറ്റിക്കാൻ ശ്രമിച്ചാൽ അതിന്റെ ഫലം നീ അനുഭവിക്കും. എടാ ചീക്കക്കൊടവയറ, എന്നോട് മത്സരിച്ച് നീ ചായക്കട നടത്തി രക്ഷപ്പെടാമെന്ന് കരുതണ്ട. അമ്മയുടെ പെട്ടിയിൽ നിന്നും നീ കട്ടെടുത്ത 10,000 രൂപ നിന്റെ തന്തയുടെ തറവാട്ട് വകയല്ല. അത് തിരിച്ചു തന്ന് നീ എന്നോട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഇടവഴിയിൽ ഒളിച്ചു നിന്നെങ്കിലും നിന്നെ ഞാൻ കുത്തിക്കൊല്ലും. ഇത് സത്യം, സത്യം, സത്യം എന്ന് നിന്റെ അന്തകൻ. കൊടും വിഷം തന്നെ. ചെന്നിക്കുത്താണ് രോഗലക്ഷണം. പിന്നീട് ശരീരമാകെ വിഷം ബാധിക്കുന്നതോടെ മുഖത്ത് പലതരത്തിലുള്ള ഭാവങ്ങൾ വരും. പിന്നെ എന്തെങ്കിലും ചോദിച്ചാൽ കേൾക്കാൻ പറ്റാത്ത അവസ്ഥയാകും. അതോടെ സംസാരിക്കുന്നതിനിടെ വിക്ക് വർദ്ധിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പ്രതിവിധി കാണുന്നതാണ് നല്ലത്. ഏത് തരം രോഗത്തിൻ്റെയും അവസാന വാക്കായ ഓൾ ഇന്ത്യ മെഡിക്കൽ കോൺഗ്രസിലെ തലമുതിർന്ന പ്രൊഫസർ ആന്റണി സാറിനോട് ഇതേക്കുറിച്ച് ചോദിച്ചു നോക്കാം. എനിക്കറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് ഞാനെങ്ങനെ അഭിപ്രായം പറയുന്നു? എനിക്ക് യാതൊരു അറിവില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നു. എനിക്ക് അറിയാൻ വയ്യാത്തൊരു കാര്യത്തെക്കുറിച്ച് എന്നോട് പ്രതികരണം. അല്ല, സർക്കാരിന് ആഭ്യന്തരമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാളെ ചുറ്റിപ്പറ്റിയോട് വന്ന വാർത്തയല്ല. അല്ല 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 അത് ഏത് രീതിയിൽ അദ്ദേഹം കത്ത് എഴുതിയിട്ടില്ലെന്നല്ലേ പറയുന്നത്? പിന്നെ അങ്ങനെ പറയാൻ പറ്റും? ഞാൻ കഴിഞ്ഞ 8 മാസങ്ങൾക്ക് മുമ്പ് ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെ പറ്റി പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് കോൺഗ്രസ് ഐ വിഭാഗം ഉന്നയിച്ചിരിക്കുന്നത് എന്ന് കാണുമ്പോൾ വലിയ സംതൃപ്തിയാണ്. ഒരു സത്യമാണ്, ഉമ്മൻചാണ്ടി ഗവൺമെന്റിന് 1 മിനിറ്റ് പോലും ഈ സംസ്ഥാനത്തിന്റെ ഭരണാധികാരം കൈയാളാൻ അവകാശമില്ല. 1 മിനിറ്റ് മുമ്പ് ആ ഗവൺമെന്റ് രാജിവെച്ച് പോയാൽ അത്രയും ശക്തമായി ജനാധിപത്യം സംരക്ഷിക്കപ്പെടുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒന്നുകിൽ സ്വന്തമായി അത് ആത്മപരിശോധന നടത്തി പരിഹരിക്കുക, അല്ലെങ്കിൽ
ഹൈക്കമാൻഡ് ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ട് അതിനുള്ള പ്രതിവിധികൾ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ കറക്റ്റീവ് സ്റ്റെപ്സ് എടുത്ത് മുന്നോട്ട് പോവുക. അദ്ദേഹം പറയുന്നതിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു അന്വേഷണം, സമഗ്രമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതനുസരിച്ച് വേണ്ടതൊക്കെ അവർ ചെയ്യും. പല ആളുകളും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. യുവതലമുറ കയറി വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. യുവാക്കൾ BJPയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്ത്രീകൾക്കും യുവാക്കൾക്കും പ്രാതിനിധ്യം നൽകേണ്ട സാഹചര്യമായിട്ടുണ്ട്. മുറിക്കേണ്ടടുത്ത് മുറിച്ചും ചേർക്കേണ്ടടുത്ത് ചേർത്തും സർജറി ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കിയേ മതിയാവൂ എന്ന് KPCC ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന വിഷയം തന്നെയാണ്. ഇനി കത്തിലൂടെ രോഗം പരത്തി വിഷം ചീറ്റിയ ഡോക്ടറുടെ ഗുണഗണങ്ങൾ കേൾക്കാം. ഇത്രയധികം കാലം വെറും ഒരു ഡോക്ടറായി സേവനമനുഷ്ഠിച്ച ചെന്നിത്തല വൈദ്യരെ ഒരു വിഭാഗത്തിൻ്റെ തലവനാക്കിയതല്ലാതെ ചീഫ് മെഡിക്കൽ ഓഫീസർ ആക്കിയില്ല എന്നതാണ് കണ്ടെത്തൽ. അതോടെ ഈ മെഡിക്കൽ വിഭാഗത്തെ തന്നെ ഇല്ലാതാക്കാൻ ഡോക്ടർ ശ്രമം നടത്തിയതിൽ തെറ്റില്ല എന്നാണ് ബിഷഗ്വരൻ PC-യുടെ അഭിപ്രായം. എത്രയോ നല്ല കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്, എത്രയോ നല്ല. ഒരു ഗുണമുള്ളത് രമേശ് ചെന്നിത്തല ഞാൻ കാണുന്നത്, അദ്ദേഹം 1982 കാലഘട്ടത്തിൽ കരുണാകരനോടൊപ്പം മന്ത്രിയായതിനു ശേഷം അധികാര സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിന്നയാളാണ്. കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അവിടെ എത്തി. അത്രയും ഉന്നതമായ സ്ഥാനത്ത് എത്തിയിട്ടും യാതൊരു കാരണവശാലും ഭരണ നേതൃത്വത്തിലേക്ക് വരാൻ രമേശ് ചെന്നിത്തല തയ്യാറായില്ല. അപ്പോൾ 84 എന്ന് പറയുമ്പോൾ കരുണാകരൻ്റെ കാലമാണ്. അപ്പോൾ 10-30 കൊല്ലം അദ്ദേഹം അധികാര സ്ഥാനത്ത് മാറുന്നു. അദ്ദേഹത്തോടൊപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിലുണ്ടായിരുന്ന എല്ലാ ആളുകളും കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാരോ മുഖ്യമന്ത്രിമാരോ ആണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അത്രമാത്രം രാഷ്ട്രീയമായ സീനിയോറിറ്റി രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. തൊലിപ്പുറത്തെ ഒരു ചികിത്സ കൊണ്ട് ഭേദമാക്കാൻ കഴിയുന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്, വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള കോൺഗ്രസ് ലീഡറാണ്, കേരളത്തിൻ്റെ PCC പ്രസിഡൻ്റായിരുന്നു. അപ്പം അങ്ങനെ അദ്ദേഹം കൃത്യമായി പറയുന്നു, ഇത് അദ്ദേഹം അയച്ചതല്ല, ഇതിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ തട്ടിക്കൂട്ടിയ രീതിയിലുള്ള ഒരു കത്ത് എന്ന നിലയിലാണ് അദ്ദേഹം കരുതുന്നത്. അതുകൊണ്ടാണ് അന്വേഷണം ആവശ്യപ്പെട്ടത്. ആ അന്വേഷണം എങ്ങനെ വേണം, ഏത് രീതിയിൽ വേണം എന്നുള്ളത് അവർ തീരുമാനിക്കട്ടെ. കാരണം അവർ ബീയിങ് ദി റെസ്പോൺസിബിൾ ലീഡേഴ്സ്, ഇറ്റ് ഈസ് ദെയർ റെസ്പോൺസിബിലിറ്റി. യെസ് സർ, ഓൺലി ദർ റെസ്പോൺസിബിലിറ്റി. നമുക്ക് ഇതൊക്കെ കണ്ടിങ്ങനെ ഇരുന്നാൽ മതിയല്ലോ. ആ മുഖം കണ്ടാൽ അറിയാം അങ്ങ് സന്തോഷം വന്നിട്ട് ചിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെന്ന്. ചിരിക്കാൻ വരട്ടെ, നമ്മുടെ PC ജോർജിന് എന്തോ കൂട്ടിയോജിപ്പിക്കാനുണ്ട്. അതുപോലെ സുധീരനെ പറ്റി ആരെന്ത് പറഞ്ഞാലും വളരെ ശക്തനായ നേതാവാണ് സുധീരൻ എന്ന് എൻ്റെ അഭിപ്രായം. അദ്ദേഹം സ്വല്പം ഈഗോ ഒക്കെ ഉണ്ടെങ്കിലും, തൻപ്രമാണിത്വം ഉണ്ടെങ്കിലും ഒരു അഴിമതിക്കാരനല്ല, നല്ല ഭരണാധികാരിയാണെന്ന് തെളിയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് സുധീരന് എന്താ കുഴപ്പം? ഏതായാലും ഈ സരിത കച്ചവടമൊന്നും ഏതായാലും സുധീരന് പങ്കാളിയാവില്ല, ഉറപ്പാണ്. സന്തോഷിക്കുന്നതൊക്കെ കൊള്ളാം. അവിടെ പിടിപെട്ട രോഗം തൊലിപ്പുറത്തല്ല, അങ്ങ് ആമാശയം വഴി വൻകുടലിനെയും ചെറുകുടലിനെയും എല്ലാം അത് ബാധിച്ചിരിക്കുന്നു. ഇന്ത്യയിൽ ചികിത്സ കിട്ടുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. എന്തായാലും ചികിത്സ നടക്കട്ടെ. അതിനിടയിൽ വീണ്ടും പുക ഉയർന്ന കൃഷ്ണപിള്ള സ്മാരകത്തിലേക്ക് ഒന്ന് പോകണം. ഇടവേള കഴിയട്ടെ. വളരെ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അത് അന്വേഷിച്ചോണം, അതിന്റെ പ്രതികളെല്ലാം കണ്ടുപിടിച്ചോണം എന്ന് പറയുന്നത് എന്ത് ന്യായത്തിന്റെ അടിസ്ഥാനത്തിൽ? അത് ഞങ്ങളുടെ ചോദ്യം. ഒരു ക്രിമിനൽ കേസ് എന്ന നിലയിൽ അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിനും പോലീസിനുമാണ്. അതല്ലാതെ ഒരു സമാന്തര അന്വേഷണ ഏജൻസി CPM-നില്ല.
എവിടെയും അന്വേഷിക്കാൻ എനിക്കറിയില്ല.